കൃഷ്ണ. അടുത്ത അമ്പലം പ്രൗഢമായ മന്ദിർ എന്ന് പറയുന്ന ഒരമ്പലം കൂടെ നമുക്ക് നവദ്വീപിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം അവിടെയും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൗഢമായ എന്ന് പറയുന്നത് യോഹമായ തന്നെയാണ് പറയുന്നത്. പ്രൗഢമായ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതായത് യോഹമായ വന്നിട്ട് വൃന്ദാവനത്തിലെ പൂർണ്ണമാസി എന്ന് പറയുന്ന ഒരു ഗോപിയായിട്ടാണ് ഇരുന്നത്. അപ്പോൾ വൃന്ദാവനത്തിലെ കൃഷ്ണലീലയ്ക്കും മറ്റ് എല്ലാ ലീലാ കാര്യങ്ങൾക്കെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ആരാണ്? ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യുന്നത് ഈ പൂർണ്ണമാസി എന്ന് പറയുന്ന ഗോപിയാണ്. പക്ഷേ ഈ നവദ്വീപിൽ പ്രൗഢമായാണ് അതേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ആധ്യാത്മികത്തിൽ സഹായിക്കാൻ ഇനി ഈ പ്രൗഢമായ നവദ്വീപിൽ ഭക്തരല്ലാത്ത ഒരാൾക്കും ഇവിടെ പ്രവേശനമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നവദ്വീപിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നവദ്വീപ് മഹാത്മ്യം മനസ്സിലാക്കാനും ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച് അറിയണമെങ്കിലും ഈ ധാമത്തിൽ എത്തിപ്പെടണമെങ്കിലും ആ മായയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രൗഢമായ എന്ന് പറയുന്നതും പിന്നെ വൃദ്ധശിവ പ്രൗഢമായ ഇവർ രണ്ടുപേരും നേരത്തെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പണ്ട് ഇസ്കോണിൽ തന്നെ ഇവരുടെ ആരാധന ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ അമ്പലം ഇടിഞ്ഞു പോവുകയും ഈ വിഗ്രഹം ആ സ്ഥലം മാറുകയൊക്കെ ചെയ്തപ്പോഴാണ് ഈ ആലിൻ്റെ ചുവട്ടിൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ആലിൻ്റെ ചുവട്ടിൽ അവർ പ്രതിഷ്ഠിച്ചതും. പിന്നെ അവിടെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വലിയ വടവൃക്ഷം കാണാം. അത് പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് അമ്പലം. ഈ വൃക്ഷത്തിൻ്റെ നടുക്കാണ് അമ്പലം. ശരിക്കും ആ അമ്പലം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എന്താ പറയുക, പ്രൗഢമായയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പരിശുദ്ധമായ ഭക്തി ഉണ്ടാവുകയും നമുക്ക് തടസ്സങ്ങളില്ലാതെ ഭഗവാന്റെ ഗൗരംഗ നാമം ജപിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഇതേ പ്രൗഢമായ തന്നെയാണ് സീമന്ത ദ്വീപ് എന്ന് പറയുന്ന ദ്വീപിൽ പാർവതി ദേവിയായിട്ടും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രൗഢമായും വൃദ്ധശിവയും എന്താ ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ധാമത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ എവിടെ വൃന്ദാവനത്തിൽ പോയിരുന്നാലും മഹാദേവൻ്റെ അമ്പലം കാണാൻ പറ്റും. നവദ്വീപിൽ ജന്മസ്ഥലത്തിൽ പോയപ്പോൾ അവിടെയും ഇതുപോലെ ധാമേശ്വർ എന്ന് പറയുന്ന ധാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശിവൻ അവിടെയും ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ നവദ്വീപിൽ മെയിനായിട്ടുള്ള സംരക്ഷിക്കാനായിട്ടിരിക്കുന്ന രണ്ടുപേരാണ് പാർവതി ദേവിയും ശിവനുമാണ്. അത് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ছবি তুলবেন না? ഇതാണ് പ്രൗഢമായ മന്ദിരാണ്. ഈ ആലിൻ്റെ ചുവട്ടിലാണ് മായാദേവി ഇരിക്കുന്നത്.